ഹരേ കൃഷ്ണ. ഗർഭിണിയായ യുവതിക്ക് ഗുരുവായൂരിൽ നിന്നുണ്ടായ അനുഭവം പറഞ്ഞു തരാം. വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങളായി കുട്ടികളുണ്ടാവാതിരുന്ന ഒരു ദമ്പതിമാർ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന് പ്രാർത്ഥിച്ചും വഴിപാട് നടത്തിയും അവസാനം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ അമ്മ ഗർഭിണിയായി. അപ്പോൾ ആ അമ്മയ്ക്ക് ഗുരുവായൂരപ്പനെ കാണാനും അവിടുള്ള പ്രസാദം കഴിക്കാനും ആഗ്രഹം വന്നു. ശാസ്ത്രം അനുസരിച്ച് 7 മാസത്തിനു മുന്നേ ഗർഭിണികൾ ക്ഷേത്ര ദർശനം നടത്തണം. അത് കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം പാടില്ല എന്ന ആചാരം ഉണ്ടായതിനാൽ ദമ്പതിമാർ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. നടയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു 9 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ട് ആ അമ്മയോട് പറഞ്ഞു, ഗർഭിണികൾക്ക് പ്രത്യേക ദർശനമുണ്ട്, വാ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവരെ അകത്തേക്ക് കൊണ്ടുപോയി. അകത്തു പോയപ്പോൾ ഒരേ വസ്ത്രം ധരിച്ച 4 ചെറുപ്പക്കാർ ഞങ്ങൾ സുരക്ഷിതമായി ഭഗവാന്റെ ദർശനത്തിനു വേണ്ടി കൊണ്ടുപോകാം എന്നും പറഞ്ഞ് അമ്മയെ ആ 4 പേരുടെ കൈകളും ചേർത്ത് പിടിച്ചിട്ട് ഭഗവാന്റെ സന്നിധിയിൽ സുരക്ഷിതമായി എത്തിച്ചു. അങ്ങനെ കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് ആ അമ്മ കരഞ്ഞു. ഭഗവാനെ മനസ്സ് നിറച്ചു തൊഴുതു. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അവർ സഹായിച്ച ആ ചെറുപ്പക്കാരെ നോക്കി. പക്ഷെ അവരെവിടെയും കണ്ടില്ല. ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ടായിരുന്നു, ഭഗവാന്റെ പ്രസാദം കഴിക്കണം. അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതാ അവിടെ ഇരുന്ന് ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ആ കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, തിരക്കിൽ നിൽക്കേണ്ട, ഗർഭിണികൾക്ക് ഭക്ഷണം അവിടുന്ന് കൊടുക്കുന്നുണ്ട്, ഞാൻ വാങ്ങിക്കൊണ്ട് തരാം. ഭഗവാന്റെ പ്രസാദവും കഴിച്ച് സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ അമ്മ ഗർഭിണിയായി. അമ്മ അപ്പോഴും ഗുരുവായൂരപ്പനെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ആ കൊച്ചു കുട്ടിയെയും ആ 4 ചെറുപ്പക്കാരെയും കുറിച്ച് ദേവസ്വം അധികൃതരോട് ചോദിച്ചു. അപ്പോൾ ദേവസ്വം അധികൃതർ പറഞ്ഞു, ഇങ്ങനെ ഒരു സൗകര്യം ഞങ്ങൾ ഇവിടെ ഇതുവരെ ഒരുക്കിയിട്ടില്ല. അപ്പോഴാണ് ആ അമ്മയ്ക്ക് സത്യം മനസ്സിലായത്. ആ 4 ചെറുപ്പക്കാരും ആ കൊച്ചു കുട്ടിയും വേറെ ആരുമല്ല, ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു. കണ്ണീരോടെ ആ അമ്മ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥനയോടെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചു. ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ പല അത്ഭുതങ്ങളും ഭഗവാൻ കാണിച്ചു തരും.